ഹായ്, വെൽക്കം ടു ക്യാമ്പസ് വേസ്. മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പ് തരുന്ന കോഴ്സുകളാണ് അലൈഡ് ഹെൽത്ത് സയൻസ് അഥവാ പാരാമെഡിക്കൽ കോഴ്സുകൾ. 4 വർഷമാണ് ഇതിൻ്റെ ഡിഗ്രി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ 3 വർഷം ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഡിപ്ലോമ ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും 1 ഇയർ, അതായത് ലാസ്റ്റ് ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പ് ആണ് വരുന്നത്. ഡിഗ്രി പഠിക്കാനായിട്ട് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം. ഡിപ്ലോമ ആണെങ്കിൽ +2 ഏത് സ്ട്രീംസ് പഠിച്ച സ്റ്റുഡൻസും ഈ കോഴ്സിന് എലിജിബിൾ ആണ്. പിന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഡിഗ്രി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഡിഗ്രി എടുത്ത് പഠിച്ചാലേ നിങ്ങൾക്ക് പുറത്തോട്ട് പോകുമ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ സാലറി ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ +2 സയൻസ് എടുത്തില്ല, ഞങ്ങൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യണം, ഞങ്ങൾക്ക് നാട്ടിൽ ഡിപ്ലോമ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. ഡിപ്ലോമയ്ക്ക് ശേഷം ലാറ്ററൽ എൻട്രി വഴി ഡിഗ്രി സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. മെഡിക്കൽ ഫീൽഡിലെ ടെക്നീഷ്യൻ കോഴ്സുകളാണിത്. ഇതിൻ്റെ തന്നെ ഒരുപാട് സ്ട്രീംസുകൾ വരുന്നുണ്ട്. അതായത് ഇപ്പം ഒരുപാട് പല സ്ട്രീംസ് ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കുന്നതാണ്, ഏത് സ്ട്രീംസ് പഠിച്ചാലാണ് ജോലി കിട്ടുക, ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി കൂടിയത് ഏതിനാണ്, വിദേശത്ത് പോയാൽ ഏതിനാണ് സാലറി കൂടുതൽ. അപ്പം ഇതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ശരിയാണ്, മെഡിക്കൽ ഫീൽഡ് ഇങ്ങനെ ഡേ ബൈ ഡേ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരുന്നു, അതുപോലെ തന്നെ പുതിയ രോഗങ്ങൾ വരുന്നു. അങ്ങനെ മെഡിക്കൽ പ്രൊഫഷൻ ചൂസ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ ജോബ് വേക്കൻസീസും ഉണ്ട്. അതിപ്പോൾ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രത്തോളം ജോബ് വേക്കൻസി ഉള്ള ഒരു ഫീൽഡിലോട്ട് അത്രത്തോളം ആൾക്കാരും കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കോമ്പറ്റീഷനും വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പം ഒരു ഡിഗ്രി തന്നെ ചൂസ് ചെയ്ത് എപ്പോഴും പഠിക്കുക. അലൈഡ് ഹെൽത്ത് സയൻസ് സെക്ടറിൽ കൂടുതൽ ജോലി സാധ്യതകളുള്ളതും അത്യാവശ്യം നല്ല രീതിയിൽ സാലറി ഓപ്ഷൻസ് ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയിലും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കോഴ്സുകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് 2 കോഴ്സുകൾ ഒരുമിച്ചാണ്. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയും മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനും. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് പറയാനുള്ള റീസൺ, ഈ 2 കോഴ്സുകളും അസുഖം ഡയഗ്നോസ് ചെയ്യുന്ന സെക്ഷനിൽ വരുന്ന 2 കോഴ്സുകളാണ്. അതായത് നമുക്കൊരു അസുഖം വന്ന് നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോയതിരിക്കട്ടെ, ഹോസ്പിറ്റലിൽ ചെന്നാൽ ഉടനെ ഡോക്ടർ നമ്മളെ ചികിത്സിക്കത്തില്ലല്ലോ, നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യത്തില്ല, നമുക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകളൊന്നും ചെയ്യില്ല. അതിനാദ്യം നമ്മുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ രോഗം കണ്ടുപിടിക്കാനുള്ള 2 സെക്ഷൻസ് ആണ് ഇവ. ഈ രോഗം കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ യൂറിനോ ബ്ലഡോ ഒക്കെ ടെസ്റ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്കാന്, എക്സ്റേ ഒക്കെ ചെയ്താലേ എന്താണ് നമുക്കുണ്ടായ അസുഖം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഈ ബ്ലഡ്, യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതല്ല, സ്കാനിങ്, അതായത് MRI സ്കാനിങ്, CT സ്കാനിങ്, അൾട്രാസൗണ്ട്, എക്സ്റേ, ഇതിൻ്റെയൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കോഴ്സാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ലാബിൽ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് ഇവരായിരിക്കും. ഇനി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി കോഴ്സ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം എക്സ്റേ, അതിൻ്റെ ആ ഒരു എക്സ്റേ സ്കാനിങ് മെഷീൻസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെ MRI സ്കാനിങ്, CT സ്കാനിങ്, അൾട്രാസൗണ്ട്, ഇങ്ങനത്തെ ഉള്ള സ്കാനിങ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഈ കോഴ്സ് പഠിച്ചിറങ്ങിയ കാൻഡിഡേറ്റ്സ് ആയിരിക്കും. ഈ 2 കോഴ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് വേക്കൻസി ഉള്ള കോഴ്സുകളാണ് ഇത് 2. കാരണം നമുക്കറിയാം, ഏതൊരു ചെറിയ ഹോസ്പിറ്റൽ മുതൽ വലിയ ഹോസ്പിറ്റൽ വരെ ഈ ഒരു 2 ഡിപ്പാർട്ട്മെൻറ്റും, ലാബും അതുപോലെ എക്സ്റേ, MRI സ്കാനിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ അല്ല, നമ്മുടെ ഇപ്പോൾ അർബൻ ഏരിയാസ് ആണെങ്കിലും റൂറൽ ഏരിയാസ് ആണെങ്കിലും എല്ലായിടവും സ്കാനിങ് സെൻറ്ററും ഇഷ്ടംപോലെ ലബോറട്ടറി ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ഇത് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് ഒരിക്കലും ജോലി കിട്ടാതിരിക്കത്തില്ല. നമ്പർ ഓഫ് വേക്കൻസി അത്രമാത്രം ഉണ്ട്. പിന്നെ സാലറി ബേസ് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ വിദേശത്തോട്ട് നോക്കുവാണെങ്കിൽ നല്ല ഹയർ സാലറി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നാട്ടിലാണെങ്കിലും അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് കരിയറിൽ നല്ലൊരു സാലറി ഓപ്ഷൻസ് ഉള്ള ജോലിയിലോട്ടൊക്കെ എത്തിപ്പെടാൻ സാധിക്കുന്നതാണ്. അടുത്ത കോഴ്സ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്ററും അതുപോലെ സർജറി ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്ത 2 കോഴ്സുകളാണ്. 2 പ്രൊഫഷൻ കമ്പൈൻ ചെയ്ത് വരുന്ന കോഴ്സാണിത്. അതായത് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയുടെ ടോപ്പിക്സും വരുന്നുണ്ട്, അനസ്തേഷ്യ ടെക്നോളജിയുടെ ടോപ്പിക്സും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഈ കോഴ്സ് പഠിച്ച
കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രൊഫഷനും ചൂസ് ചെയ്യാം. അതായത് OT ടെക്നീഷ്യനായിട്ടും വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. OT ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാറുണ്ട്, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സർജിക്കൽ എക്യുപ്മെന്റ്സ് കാണും, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കാണും. ഇവയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും അതുപോലെ ഇവയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യണം, ഇൻഫെക്ഷൻ ഇല്ലാതെ ഇതൊക്കെ നോക്കണം, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള പേഷ്യൻസിന്റെ കെയർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് OT ടെക്നീഷ്യൻസ് ആയിരിക്കും. ഇപ്പം അനസ്തേഷ്യോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ നമുക്കൊരു സർജറിക്ക് മുമ്പേ ഒരു രോഗിയെ കറക്റ്റ് അവർക്ക് പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ മോണിറ്റർ ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു അനസ്തേഷ്യയുടെ ഡോസ് കൊടുത്ത് ആ ഒരു രോഗി ഒരു സർജറി ടൈമിൽ അനസ്തേഷ്യയോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ആഫ്റ്റർ സർജറി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നതെല്ലാം ഈ അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ് ആയിരിക്കും. അപ്പം ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഈ 2 പ്രൊഫഷനും ചൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ജോലി സാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ടൈപ്പ് സർജറിയും ഒരു ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കത്തില്ല കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പം ഹാർട്ടിൻ്റെ സർജറി നടക്കുന്ന അതേ സെക്ഷനിലായിരിക്കത്തില്ല മറ്റിപ്പോൾ ന്യൂറോ സംബന്ധമായിട്ടുള്ള സർജറീസ് ഒക്കെ നടക്കുന്നത്. അപ്പം ഒരു വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പല OT കാണും. അപ്പോൾ ഈ OTയിലെല്ലാം തന്നെ ഈ കോഴ്സ് പഠിച്ച കാൻഡിഡേറ്റ്സിന് ജോബ് വേക്കൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹയർ സാലറി ഓപ്ഷൻ അവൈലബിൾ ആണ്. നല്ല സാലറി കിട്ടും, നല്ല ഹോസ്പിറ്റൽസിലൊക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതലും വേക്കൻസീസ് വരുന്നത്, വലിയ ഹോസ്പിറ്റൽസിൽ. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല സാലറി ഉള്ള ജോബ് അഷ്വർ ചെയ്യുന്നുണ്ട് ഈ കോഴ്സ്. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട്. നമ്മൾ ഇന്ത്യയെക്കാട്ടിയും കൂടുതൽ ഈ കോഴ്സ് പഠിച്ചവർക്ക് വേക്കൻസീസ് വരുന്നത് ഇന്ത്യക്ക് പുറത്തോട്ടാണ്. എബ്രോഡൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ല വേക്കൻസീസ് വരുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, പിന്നെ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണവും കുറവാണ്. കാരണം ഇപ്പം MIT അല്ലെങ്കിൽ MLT ഒക്കെ പഠിച്ചിറങ്ങുന്ന പോലെ അത്രത്തോളം സ്റ്റുഡൻസ് ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ആണെങ്കിലും ഇതിന്റെ കമ്പൈൻഡ് കോഴ്സ് അവൈലബിൾ അല്ല. അനസ്തേഷ്യക്ക് ഡിഗ്രി കോഴ്സും കേരളത്തിൽ അവൈലബിൾ ആണ്, OTക്ക് മാത്രമേ ഡിഗ്രി കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് നല്ലൊരു കരിയർ ഈ കോഴ്സ് പഠിച്ചതുകൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത കോഴ്സാണ് ഡയാലിസിസ് ടെക്നോളജി. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും നമ്മുടെ ജീവിതശൈലി രോഗമാണ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടാണ് കിഡ്നി ഫെയിലിയർ കൂടുതൽ പേർക്കും, എല്ലാവർക്കും അല്ല, കൂടുതൽ പേർക്കും അങ്ങനെയാണ് കിഡ്നി ഫെയിലിയർ ഉണ്ടാവാറുള്ളത്. ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കിഡ്നി പേഷ്യൻസിൻ്റെ എണ്ണമൊക്കെ ഇങ്ങനെ കൂടി വരികയാണ്. അമിതമായ മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ്സ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടാവാം. ഇങ്ങനെ കിഡ്നി ഫെയിലിയർ ആവുന്ന പേഷ്യൻസിൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ അവർക്ക് ഡയാലിസിസ് ചെയ്യണം. അതായത് ഇങ്ങനെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിഡ്നിക്ക് നമ്മുടെ ബോഡിയിലെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ പറ്റാതാവുകയും ഒരു എക്സ്റ്റേണൽ ഡിവൈസ് യൂസ് ചെയ്ത് ഹ്യൂമൻ ബോഡിയിലെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടത്തുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഡയാലിസിസ് ടെക്നീഷ്യൻ. ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീഷൻ വളരെ കുറവാണ്, ജോലി സാധ്യതകളും കൂടുതലാണ്. അതായത് ഈ ഡയാലിസിസ് യൂണിറ്റ് ഒക്കെയുള്ള കോളേജുകൾ മാത്രമേ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ കേരളത്തിൽ തന്നെ റീസെൻ്റ്ലി ആണ് ഈ കോഴ്സ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോമ്പറ്റീഷൻ കുറയുമ്പം എന്തായാലും ഓൾറെഡി പഠിച്ച ആൾക്കാരുടെ ഒരു ഡിമാൻഡ് കൂടുമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഡയാലിസിസ് ടെക്നോളജി. അടുത്ത കോഴ്സാണ് എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ എന്ന് പറയുന്ന ഒരു കോഴ്സ്. ഈ കോഴ്സിനെ പറ്റി അധികം ആൾക്കാർക്കും അറിയില്ല. ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ച് വിളിക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ്. ഇപ്പം ഈ കോഴ്സിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട്. മുൻപൊന്നും ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു. നമ്മൾ പറയുമ്പോഴായിരുന്നു ആൾക്കാർ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ. ഈ കോഴ്സും ഡയാലിസിസിനെ പോലെ തന്നെ കോമ്പറ്റീഷൻ വളരെ കുറഞ്ഞ ഒരു പാരാമെഡിക്കൽ കോഴ്സാണ് എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ എന്ന് പറയുന്ന ഒരു കോഴ്സ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ കാണുമ്പോൾ, നമ്മളിപ്പോൾ ചെറിയ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും അവിടെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു എമർജൻസി കേസ്, ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ഉടനെ തന്നെ നമ്മൾ കൊണ്ടു ചെല്ലുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്. അല്ലാണ്ട് അവരെ ഡയറക്റ്റ് ഇപ്പോൾ ഒരു അറ്റാക്ക് വന്ന ഒരാളെ ആണെങ്കിൽ, ഒരു കാർഡിയാക് അറസ്റ്റ് വന്ന ഒരാളെ ആണെങ്കിൽ ഉടനെ കൊണ്ട് കാർഡിയോളജിസ്റ്റിനെ കാണിക്കത്തില്ല. അവരെ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ
കൊണ്ടുപോയി അവർക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് CPR ഒക്കെ കൊടുത്ത് അവരെ സ്റ്റേബിൾ ആക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് വിടുന്നത്. അപ്പം ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന സ്റ്റാഫ് ഉണ്ടല്ലോ, ആ സ്റ്റാഫ് ഈ കോഴ്സ് പഠിച്ച സ്റ്റാഫുകളായിരിക്കും. ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീഷനും വളരെ കുറവാണ്. എന്നാൽ എല്ലാ ഹോസ്പിറ്റലിലും ഈ കോഴ്സ് പഠിച്ചവർക്ക് ജോബ് വേക്കൻസി ഉണ്ട് താനും. അതിപ്പോൾ നാട്ടിലാണെങ്കിലും വിദേശത്താണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളുള്ളത്. അതിപ്പോൾ അറേബ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ എബ്രോഡ്, ഇപ്പം യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, എവിടെ പോയാലും നല്ല ജോബ് വേക്കൻസി ഈ കോഴ്സിനുണ്ട്. നല്ല ഹയർ സാലറിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല ഹോസ്പിറ്റൽസും. പിന്നെ ഹോസ്പിറ്റൽസിൽ മാത്രമല്ല ഇവർക്ക് എയർ ആംബുലൻസ്, ലാൻഡ് ആംബുലൻസ്, അങ്ങനെ ഇഷ്ടം പോലെ ജോബ് വേക്കൻസീസ് ഈ കോഴ്സ് പഠിച്ച സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, ഞാൻ കുറച്ച് കോഴ്സുകൾ മാത്രമേ ലിസ്റ്റ് ഔട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഇതല്ലാത്ത കോഴ്സുകളും ഉണ്ട്. ഇപ്പം കോവിഡിനൊക്കെ ശേഷം കുറച്ച് ഡിമാൻഡായിട്ട് വന്ന കോഴ്സാണ് റെസ്പിറേറ്ററി കെയർ ടെക്നോളജി. അതെന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം കോവിഡിന് ശേഷം ഇഷ്ടം പോലെ ആൾക്കാർ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കോഴ്സിന്റെ ഡിമാൻഡും അതിനുശേഷം വളരെ കൂടുതലാണ്. ഇത് മനസ്സിലാക്കി ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ ഈ കോഴ്സ് ചോദിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ കാർഡിയാക് കെയർ ടെക്നോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാർഡിയാക് സംബന്ധമായിട്ടുള്ള, ഹാർട്ട് സംബന്ധമായിട്ടുള്ള കോഴ്സുകളാണ്. ഇതൊക്കെ വളരെ റെയർ കോഴ്സുകളാണ്. വലിയ ഹോസ്പിറ്റൽസിലായിരിക്കും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നത്. നല്ല ഹയർ സാലറി ഓപ്ഷൻസ് ഉണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹയർ സാലറി ഓപ്ഷൻ ഉള്ള കോഴ്സുകളാണ് ഇതൊക്കെ. അപ്പം അങ്ങനെ ധാരാളം കോഴ്സുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കോഴ്സുകൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ കോഴ്സുകളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞതെല്ലാം പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാം ആണ്. തിയറിക്കൊപ്പം തന്നെ പ്രാക്ടിക്കലിനും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ കോഴ്സുകൾ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉള്ള കോളേജുകൾ മാത്രം ചൂസ് ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിനിക്കൽ ട്രെയിനിങ് കിട്ടത്തുള്ളൂ. കേട്ട് പഠിക്കുന്നതും ചെയ്ത് പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇപ്പം പുതിയ ടെക്നോളജീസ് ഒക്കെ നമുക്ക് ഈ മെഡിക്കൽ രംഗത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം AI ഒക്കെ മെഡിക്കൽ രംഗത്ത് ഇംപ്ലിമെൻ്റ് ആവുന്നുണ്ട്. അപ്പം എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള, നല്ല രീതിയിൽ പേഷ്യൻസ് ഉള്ള, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉള്ളൊരു ഹോസ്പിറ്റൽ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പാരാമെഡിക്കൽ കോഴ്സ് ഏതാണോ ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ആ ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തണം. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പാരാമെഡിക്കൽ കോഴ്സ് ചൂസ് ചെയ്ത് പഠിക്കാനിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.